സഹോദരങ്ങളെ, ഇന്ന് ഉപാസനയിൽ നാം ധ്യാനിക്കുന്നത് പിന്തിരിഞ്ഞ് ഓടുവാനുള്ള പ്രലോഭനത്തെ അതിജീവിക്കുക എന്നൊരു ചിന്തയാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 2-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഓടുവാൻ. അതായത് ലക്ഷ്യത്തെക്കുറിച്ച് ബോധ്യം ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ ഏതൊരു ദുർഘടമായ മാർഗത്തെയും അതിജീവിക്കാൻ അവർക്ക് കഴിയും. ഇതുകൊണ്ടല്ലേ പരീക്ഷയിൽ ഉന്നതമായ ഗ്രേഡ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി ഏത് രാവും പകലും ഇരിക്കാൻ അവന് അല്ലെങ്കിൽ അവൾക്ക് ബുദ്ധിമുട്ടില്ല. സഹോദരങ്ങളെ, യേശു എന്ന് പറയുന്ന ലക്ഷ്യത്തെ മുൻ നിർത്തിക്കൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരും ഓടുവാനെന്ന് ബൈബിൾ ആവർത്തിച്ചു പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് നമുക്ക് ധ്യാനിക്കാനായിട്ട് ശ്രമിക്കാം. പഴയ നിയമത്തിലെ ഒരു ശിഷ്യത്വ കഥ ഒരു പക്ഷേ ഇതിന് നമ്മളെ ഏറെ സഹായിച്ചേക്കും. പഴയ നിയമത്തിലെ വളരെ ശ്രദ്ധേയരായ 2 പ്രവാചകന്മാരാണ് ഏലിയായും ഏലീഷായും. ഏലിയ ഗുരുവാണ്, ഏലീഷ ശിഷ്യനാണ്. അങ്ങനെ ഇരിക്കെയാണ് ദൈവം പ്രേരിപ്പിച്ചതനുസരിച്ച് ഏലിയ ഒരു വയലിൻ്റെ തീരത്തിലൂടെ വയലിലൂടെ നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന സമയത്ത് ഷാഫാത്തിൻ്റെ പുത്രനായ ഏലീഷ ഉഴുതുകൊണ്ട് വയലിൽ നിലകൊള്ളുന്നു. ഈ സമയത്ത് ഏലീഷായ്ക്ക് മനസ്സിലായി അവൻ്റെ സമീപത്ത് ചെന്ന് അവനെ വിളിക്കുക എളുപ്പമല്ല. അതുകൊണ്ട് താൻ തന്നെ ധരിച്ചിരിക്കുന്ന കൃപയുടെ മേലങ്കിയെടുത്ത് അവൻ്റെ ദേഹത്തേക്ക് എറിഞ്ഞു. കൃത്യമായി അവൻ്റെ ശരീരത്തിൽ അത് പതിച്ചു. കാരണം വിളിക്കപ്പെട്ടവന് കൃത്യമായി വിളി ലഭിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് അവന് മനസ്സിലായി, ഇതാ കൃപയുടെ മേലങ്കിയാണ് എൻ്റെ ശരീരത്തിൽ വന്ന് കിടക്കുന്നത്. എലീഷ പിന്നീട് ചെയ്ത 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എലീഷയ്ക്ക് മനസ്സിലായി ദൈവം എന്നെ വിളിച്ചുവെന്ന്. ഉടനെ തന്നെ അവൻ നിലമുഴുകുന്ന ജോലി അവസാനിപ്പിച്ചു. കാളയെ കൂട്ടി കലപ്പ ചേർത്ത് വെച്ച് അവൻ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്ന് കലപ്പ കത്തിച്ച് ആ കാളയെ കൊന്ന് ഇതാ വേവിച്ച് ഭക്ഷിച്ച് തുടർന്ന് ഏലിയ എന്നുള്ള ഗുരുനാഥനെ പിന്തുടർന്നുകൊണ്ട് അവൻ പോവുകയാണ്. സത്യത്തിൽ ക്രിസ്തു എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്രയാകുന്ന ഏതൊരു വ്യക്തിയും സ്വീകരിക്കേണ്ട നിലപാടാണിത്. ഒന്നാമതായി കാളയെ കൊല്ലണം, കലപ്പ കത്തിക്കണം. 2, അവനെ അനുഗമിക്കണം. സാധ്യതകളെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ചട്ടം. നമുക്കറിയാം, കാളയെ ഉഴുത് വയലിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉപജീവന മാർഗമാണ് ദൈവം വിളിച്ചു എന്ന് തോന്നിയപ്പോൾ, ബോധ്യപ്പെട്ടപ്പോൾ അവൻ കത്തിച്ച് കളയാനും നശിപ്പിച്ച് കളയാനും തയ്യാറായത്. അവനത് നശിപ്പിച്ച് കളഞ്ഞപ്പോൾ അവനിലെ ദൈവവിളി കുറേ കൂടി ബോധ്യപ്പെട്ടു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, പിന്തിരിഞ്ഞു പോകാൻ പ്രലോഭിപ്പിക്കുന്ന ഒന്നും ദൈവം നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകരുത്. പിന്തിരിഞ്ഞു പോകാൻ പ്രലോഭിപ്പിക്കുന്ന പലതും നമ്മുടെ കൂട്ടത്തിൽ ഉള്ളതുകൊണ്ടാണ് ദൈവം തിരഞ്ഞെടുക്കുന്ന വഴികളിലൂടെ യാത്ര ചെയ്തിട്ടും പലരും പരാജയപ്പെട്ടു പോകുന്നത്. വളരെ ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മോശപ്പെട്ട ഒരു ബന്ധം ഒരാൾ ഉള്ളിൽ സൂക്ഷിക്കുന്നു എന്ന് കരുതുക. എന്നിട്ടവൻ യേശുവുമായുള്ള ബന്ധം സൂക്ഷിക്കാൻ, അവനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. ഒരിക്കലും അവർക്ക് അതിന് കഴിയില്ല. കാരണം മുമ്പിലത്തെ ബന്ധം മോശപ്പെട്ടതെങ്കിൽ അത് മാറ്റിവെക്കാതെ ക്രിസ്തുവെന്നുള്ള ആ ലക്ഷ്യത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗധേയമാക്കാൻ ഒരാൾക്കും കഴിയില്ല. ഇതുപോലെ തന്നെ മദ്യം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നൊരു മദ്യപാനി, അയാൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഒരർത്ഥത്തിൽ വീട്ടിൽ ഇത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പ്രലോഭനത്തിന് കാരണമാകുന്നൊരു വസ്തു വീട്ടിലുണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾ തീർച്ചയായും വീണ്ടും ആ പ്രലോഭനത്തിൽ കുടുങ്ങി നശിക്കും. ദൈവം വിളിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതും ആ വിളിക്ക് എതിരായിട്ടുള്ളത് മുഴുവൻ നശിപ്പിക്കാൻ കഴിയുമെങ്കിൽ ലക്ഷ്യം നമുക്ക് നേടാൻ തീർച്ചയായും കഴിയും. സാധാരണയായി നല്ല യുദ്ധത്തിനിറങ്ങുന്ന സൈന്യാധിപന്മാർ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാറുണ്ട്. നല്ല സൈന്യാധിപന്മാരാണ് യുദ്ധം നയിക്കുന്നതെങ്കിൽ ശത്രു രാജ്യത്തിൽ കപ്പൽ ചെന്നു കഴിഞ്ഞാൽ പിന്നെ ആ കപ്പൽ കത്തിച്ച് കളയും. കാരണം കത്തിച്ച് കളഞ്ഞില്ലെങ്കിൽ പിന്തിരിഞ്ഞു പോരാനുള്ള പ്രലോഭനം അധികമായിരിക്കും.
യുദ്ധത്തിൽ വിഷമതകൾ ഉണ്ടാകുമ്പോൾ, യുദ്ധത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തുറമുഖത്ത് കപ്പൽ കാത്തു കിടക്കുന്നത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും അവർ തിരിച്ചു പോരും. മാത്രവുമല്ല, തുറമുഖത്ത് ഒരു കപ്പൽ കാത്തു കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാജയപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. ഏതൊരാളുടെയും ലക്ഷ്യത്തെ തകർത്ത് കളയുന്നത് അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ചില പ്രലോഭനങ്ങളാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ PG പഠനം കഴിഞ്ഞിട്ടാണ് സഭയിൽ ചേരുവാനായി, സന്യാസ സഭയിൽ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ സമയത്താണ് ഒരു ഹോളണ്ടിലുള്ള ഒരു കമ്പനിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ നടക്കുന്നത്. ഇൻ്റർവ്യൂ കഴിഞ്ഞു. അത് കഴിഞ്ഞ് സെലക്ഷനായിട്ടുള്ള കാർഡ് കിട്ടി. 4 മാസം കഴിഞ്ഞ് ഹോളണ്ടിൽ നിന്ന് വരുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് കേരളത്തിലെത്തിക്കഴിയുമ്പോൾ ഞങ്ങൾ സെലക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികളെ ഹോളണ്ടിലുള്ള ഹോട്ടൽ ഇൻഡസ്ട്രിയുടെ ആ ഒരു ജോലിക്ക് വേണ്ടി കൊണ്ടുപോകും എന്നാണ് പറഞ്ഞിരുന്നത്. ഈ സമയത്താണ് ദൈവത്തിൻ്റെ ഒരു മേലങ്കി എന്ന വണ്ണം ദൈവവിളിയെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ വളരെ വളരെ കാര്യമായിട്ട് വരുന്നത്. എന്നോട് പോകുന്ന സമയത്ത് എൻ്റെ ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കൾ ഉപദേശിച്ചത് ഇങ്ങനെയാണ്: പോകുന്ന നേരത്ത് ഒരു കാര്യം ഉള്ളിൽ സൂക്ഷിക്കുക. കാര്യം ഇതാണ്, ആ ഇൻ്റർവ്യൂവിന് വിളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ സെലക്ഷൻ കാർഡ് നശിപ്പിച്ച് കളയണ്ട. ഏതെങ്കിലും വിധത്തിൽ പോയിട്ട് പരിപാടി ക്ലിക്കായില്ലെങ്കിൽ തിരിച്ചു പോരാമല്ല. സത്യത്തിൽ സഹോദരങ്ങളെ, അങ്ങനെ ഒരു കാർഡ് സൂക്ഷിച്ചു പോയാൽ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിയപ്പോൾ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ അധികമാണ്. നിങ്ങളുടെ ദൈവവിളിയിൽ നിന്നും നിങ്ങളെ നശിപ്പിച്ച് കളയുന്നത്, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിച്ച് കളയുന്നത്, പ്രലോഭനത്തിന് കാരണമാകുന്ന പലതും നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചതുകൊണ്ടാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിത വ്യാപാരവുമായി നിങ്ങൾ അങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ യുദ്ധത്തിൽ നിങ്ങൾ പരാജയപ്പെടും, നിങ്ങളുടെ ദൈവവിളിയിൽ നിങ്ങൾ തകർന്നു പോകും. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആദ്യം കരുതി 4 മാസം സമയമുണ്ട്, 4 മാസം സെമിനാരിയിൽ ചെന്ന് ആദ്യ നാളുകളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരുപക്ഷെ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ പ്രശ്നം വന്നാൽ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ പഴയ ജോലിക്ക് പോകാമല്ലോ എന്ന് ഞാൻ കരുതി. പക്ഷേ വളരെ പെട്ടെന്ന് എനിക്ക് തോന്നി, അല്ല, അങ്ങനെ ചെയ്തു പോയാൽ ഇങ്ങനെ ഒരു സെലക്ഷൻ്റെ കാർഡ് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് എപ്പോഴായിരുന്നാലും ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട വിളിയിൽ പരാജയപ്പെടാനും എൻ്റെ ലക്ഷ്യം തെറ്റാനുമുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആദ്യം സെമിനാരിയിൽ ചെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ കത്തിച്ച് കളഞ്ഞത് സത്യത്തിൽ സെലക്ഷൻ്റെ കാർഡായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, പിന്തിരിഞ്ഞു പോകാനുള്ള ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലക്ഷ്യം പരാജയപ്പെടും. ഒരാൾ ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്ന നേരത്ത് അവൻ മുഴുവൻ സെക്യൂരിറ്റിയുള്ള ഒന്ന് അവനെ കാത്തിരിക്കുന്നു എന്നൊരു തോന്നൽ അവനുണ്ടെങ്കിൽ അവൻ ആ യുദ്ധത്തിൽ വിജയിക്കണമെന്ന് യാതൊരു സാധ്യതയുമില്ല. എന്നാൽ ഒരു യുദ്ധ തുറമുഖത്ത് വന്നിട്ട് ശത്രുപക്ഷത്തുമായി യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ അവിടെ മരിച്ചു വീഴുക, അല്ലാതെ വേറെ ഒരു കാര്യവും ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ആ യുദ്ധത്തിൽ വിജയിച്ചിരിക്കും. നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ വിശുദ്ധിയും നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ മനോഹാരിതയും അനുസരിച്ചിരിക്കും നിങ്ങളുടെ മാർഗങ്ങൾ എത്ര കഠിനമാണെങ്കിലും അതിജീവിക്കാനുള്ള ആത്മീയ കരുത്ത് നിങ്ങൾക്കുണ്ടാകുന്നത്. ബൈബിളിൽ പുതിയ നിയമത്തിൽ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ഏതൊരു ശിഷ്യനോടും ഈ വിധത്തിൽ കലപ്പ കത്തിക്കാനും കാളയെ കൊല്ലാനുമുള്ള ഒരു ഉത്തരവുണ്ട്. ഒരു നല്ല ഉദാഹരണം പറഞ്ഞാൽ, പത്രോസിനെ കർത്താവ് വിളിക്കുന്നത് അവൻ വല പോക്കുന്ന സമയത്താണ്. വല പോക്കുക എന്ന് പറഞ്ഞാൽ പിറ്റേ പ്രഭാതത്തിൽ അതേ വല എറിഞ്ഞിട്ട് വേണം അവന് മത്സ്യം പിടിക്കാൻ, എന്നിട്ട് വേണം വീടിനെ പോറ്റാൻ. പക്ഷെ കർത്താവ് വിളിച്ച നേരത്ത് ബൈബിൾ പറയുന്ന ഇങ്ങനെയാണ്, ആ വല അവിടെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് അവൻ യേശുവിനെ പിന്തുടർന്നു. ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് അവൻ യേശുവിനെ പിന്തുടർന്നതുകൊണ്ട് പോകാനുള്ള പ്രലോഭനത്തിനുള്ള സാധ്യത വളരെ ചെറുതാണ്. ഇതുപോലെ തന്നെ സെബദി പുത്രന്മാരായ യാക്കോബിനെയും യോഹന്നാനെയും തിരഞ്ഞെടുക്കുന്ന സമയത്ത് ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, അവരെ പിതാവായ സെബദിയെ വള്ളത്തിൽ ഉപേക്ഷിച്ചിട്ട്, വള്ളത്തിൽ പറഞ്ഞു വിട്ടിട്ട് അവർ യേശുവിൻ്റെ പിന്നെ ഗമിച്ചുവെന്ന്. സത്യത്തിൽ ചിലരെങ്കിലും തെറ്റി വായിക്കുന്നത് ഇങ്ങനെയാണ്, അവരുടെ സെബദി പുത്രന്മാർ തൻ്റെ പിതാവായ സെബദിയെ വെള്ളത്തിൽ ഉപേക്ഷിച്ചിട്ട് യേശുവിൻ്റെ പിറകെ പോയി എന്ന്. സത്യത്തിൽ അതും ശരിയാണ്. അവരെ പിതാവിനെയും മാതാവിനെയും വെള്ളത്തിൽ ഉപേക്ഷിച്ചിട്ടതുപോലെ തന്നെയാണ് പുത്രന്മാർ യേശുവിൻ്റെ പിമ്പ് വരുന്നത്. സഹോദരങ്ങളെ,
ഇത്തരത്തിലുള്ളൊരു ഉപേക്ഷ ക്രിസ്തുവിൻ്റെ ഡിസൈപ്പിൾഷിപ്പിൻ്റെ ഒരു അനിവാര്യമായ ഘടകമാണ് എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ജോലി ചെയ്യരുതെന്നോ നമ്മുടെ പഠനങ്ങൾ ഏറ്റവും മനോഹരമായി നിർവഹിക്കരുതെന്നോ ഒന്നുമല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ മാർഗ്ഗെ നിങ്ങൾക്ക് പോകുന്നതിന് പിന്തിരിപ്പിക്കുന്ന ഏതെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ അവയെ നശിപ്പിക്കാൻ, അവയെ ഉന്മൂലനം ചെയ്യാനുള്ള വലിയ ഒരു ഉത്തരവാദിത്തം ദൈവം നമ്മളെ ഭരമേൽപ്പിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ നിനവയിലേക്ക് പോകാൻ ദൈവം പറഞ്ഞ യോനയുടെ കാര്യമെടുക്കുക. യോനയോട് നിനവയിലേക്ക് പോകാൻ പറഞ്ഞ അതേ സമയത്ത് തന്നെ പ്രലോഭനത്തിൻ്റെ താർശീഷിലേക്ക് പോകാനുള്ള ഒരു കപ്പൽ അവിടെ കാത്തു കിടക്കുന്നുണ്ടായിരിക്കുന്നു. ദൈവം ആരോടൊക്കെ വലിയ കാര്യത്തിന് വേണ്ടി പോകാൻ നിയോഗിക്കുന്നുണ്ടോ അവരുടെ എല്ലാം എതിർഭാഗത്ത് എതിർ ശക്തിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി, എതിർ ദിശയിലേക്ക് പോകാൻ വേണ്ടി, അഥവാ താർശീഷിലേക്ക് പോകാൻ വേണ്ടി തുറമുഖത്ത് ഒരു കപ്പൽ കാത്തു കിടക്കുന്നുണ്ട്. ഈ തുറമുഖത്ത് കിടക്കുന്ന താർശീഷിലേക്ക് പോകാനുള്ള കപ്പലിനെ മാറ്റിവെച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുന്നവരാണ് എത്ര കണ്ട് ദുർഘടമാണെങ്കിലും ആ ലക്ഷ്യം സ്വീകരിക്കാൻ തയ്യാറാകുന്നതും എത്തുന്നതും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ പിമ്പെ ഗമിക്കാൻ തടസ്സമായി നിൽക്കുന്നത് എന്താണെന്ന് ഓർക്കണം. ഒരുപക്ഷെ നമ്മുടെ ധനമായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ അഹമായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ സ്വാർത്ഥതകളായിരിക്കാം, ഒരുപക്ഷെ നമ്മൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളുമായിരിക്കാം. ചിലർക്കെങ്കിലും വലിയ സെക്യൂരിറ്റികളായിരിക്കാം. വലിയ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നു ഒരാൾ പറഞ്ഞത്, അവർക്ക് ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ്. വലിയ ആഗ്രഹമായി കഴിഞ്ഞപ്പോൾ അവരാദ്യം കരുതി തങ്ങളുടെ പഠനമെല്ലാം മനോഹരമായിട്ട് നിർവഹിക്കണം. സംശയമില്ല, പഠിക്കേണ്ട പഠനങ്ങൾ തീർന്നിട്ട് തന്നെയാണ് ഒരു യുവാവോ യുവതിയോ കർത്തൃ ശുശ്രൂഷയിൽ പ്രവേശിക്കുമ്പോൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി വിവാഹം കഴിച്ചിട്ടാകട്ടെ എന്ന് തോന്നി. വിവാഹം കഴിച്ചപ്പോൾ തോന്നി ഇതാ കുഞ്ഞുങ്ങളെല്ലാം ആയി ഫാമിലി ഒന്ന് സെറ്റിൽഡ് ആയിട്ട് ആകാമെന്നായി. അത് കഴിഞ്ഞപ്പോൾ തോന്നി ഒരുമിച്ച് താമസിക്കുന്ന ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് സെപ്പറേറ്റായി വേറൊരു വീട് പണിതിട്ട് ദൈവ ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കാം എന്ന് തോന്നി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി അല്ല, വീട് പണിത് മനോഹരമാക്കണം. സഹോദരങ്ങളെ, വീടിൻ്റെ സെക്കൻഡ് ഫ്ലോർ പണിയുന്ന നേരത്ത് അവൻ സെക്കൻഡ് ഫ്ലോറിൽ പണിക്കാരെ സഹായിക്കാനായിട്ട് കയറിയതാണ്. കയറി കഴിഞ്ഞപ്പോൾ അവൻ അവിടുന്ന് താഴേക്ക് വീണ്. അന്ന് താഴേക്ക് വീണതിന് ശേഷം പിന്നീട് ഒരിക്കലും അവൻ പ്രോപ്പറായി ദൈവത്തെ ശുശ്രൂഷിക്കാനോ മനുഷ്യരെ ശുശ്രൂഷിക്കാനോ എഴുന്നേൽക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത്, ദൈവ കാരുണ്യത്തിന് വേണ്ടി ദൈവം വിളിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ചില കംഫർട്ടുകളെ ബ്രേക്ക് ചെയ്യാതെ, എൻ്റെ ചില സെക്യൂരിറ്റികളെ മാറ്റി നിർത്താതെ, എൻ്റെ ലൈഫിൽ അഷ്വറൻസ് തരുന്ന കർത്താവിനെ പിന്തുടർന്നാൻ പോയില്ലെങ്കിൽ സത്യത്തിൽ നമ്മുടെ ദൈവവിളി തന്നെ നമുക്ക് നഷ്ടമായേക്കാം. നമുക്ക് ലോകം തരുന്ന ഒരു സെക്യൂരിറ്റിയാണോ അതോ കർത്താവ് തരുന്ന വലിയൊരു അഷ്വറൻസ് ആണോ ആവശ്യം? ഇത് മനസ്സിലാക്കിയാൽ സത്യത്തിൽ കാളയെ കൊല്ലാനും കലപ്പ കത്തിക്കാനും നമുക്കധികം ബുദ്ധിമുട്ട് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വിശ്വാസത്തെ ലീപ്പ് ഇൻ ടു ദ ഡാർക്ക്നെസ് എന്നാണ് പറയുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിലേക്കുള്ള ഒരു എടുത്തു ചാട്ടമാണ്. ഈ അന്ധകാരത്തിൻ്റെ അങ്ങേ അറ്റത്ത് ഇരു കരങ്ങളും പിടിച്ചുകൊണ്ട് നമ്മളെ വിളിച്ച കർത്താവുണ്ടെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് അന്ധകാരത്തിലേക്ക് എടുത്തു ചാടാൻ വിളിക്കപ്പെട്ടവന് കഴിയുന്നത്. സത്യത്തിൽ മരണത്തിൻ്റെ അങ്ങേ അറ്റത്ത് ഉത്ഥാനമുണ്ട് എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ടല്ലേ അവന് വേണ്ടി മരിക്കാൻ മനുഷ്യർ തയ്യാറാകുന്നത്. സഹനങ്ങളുടെ ശേഷം ഒരു മറുപടി ഉണ്ട്, ഒരു സമ്മാനമുണ്ട് എന്നുള്ള തിരിച്ചറിവല്ലേ സത്യത്തിൽ വിശ്വാസിക്ക് ഏതൊരു സഹനത്തെയും മറികടക്കാനുള്ള സാധ്യത ഒരുക്കുന്നത്. ഫലമുണ്ട്, തൻ്റെ അധ്വാനത്തിന് ഉണ്ട് എന്ന് ഉള്ള പൂർണ്ണമായ ബോധ്യമുള്ളത് കൊണ്ടല്ലേ സത്യത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ഏതൊരു ക്ലേശത്തെയും മറികടക്കാൻ ഒരാൾക്ക് കഴിയുന്നത്. നമ്മൾ ഓർക്കണം, നമ്മളെ വിളിച്ച ആൾ നമ്മളെക്കാൾ വിശ്വസ്തനാണ്. നമുക്ക് അടിസ്ഥാനമിട്ടവൻ പണിതുയർത്താതെ അവൻ്റെ കരം പിൻവലിക്കില്ല. നമ്മുടെ ഭവനത്തിന് അടിസ്ഥാനമിട്ടവൻ നമ്മളുടെ ഭവനത്തെ പടുത്തുയർത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് അവൻ ഒരിക്കലും കരം വലിക്കുകയില്ല. അവൻ എന്നും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ ചിന്ത സഹോദരങ്ങളെ നമ്മുടെ ഉള്ളിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം. പത്രോസ് അപ്പസ്തോലൻ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ 5-ാമത്തെ അധ്യായത്തിൽ പത്രോസ് ലീഹ പറയുന്നുണ്ട്, ഇതാ നിങ്ങൾ എന്തിനു വേണ്ടി ദൈവം വിളിച്ചപ്പോൾ കൂടുതൽ ഉത്കണ്ഠയോടുകൂടി യാത്രയാകണം.
ദൈവം നിങ്ങളെക്കാൾ കരുതലുള്ള ആളാണ്. ദൈവം നിങ്ങളെക്കാൾ കൂടുതൽ കരുതൽ നിങ്ങളെക്കുറിച്ചുണ്ടെങ്കിൽ തീർച്ചയായും അവൻ നിങ്ങളെ പണിതുയർത്തുക തന്നെ ചെയ്യും. നമ്മുടെ ദൈവം അടിസ്ഥാനമിട്ടതിന് ശേഷം പണി പൂർത്തിയാക്കാതെ മടങ്ങിപ്പോകില്ല. അവൻ തീർച്ചയായും എന്നെക്കാളും നിങ്ങളെക്കാളും വിശ്വസ്തനാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. യേശു വിളിച്ച ശിഷ്യരിൽ പ്രമുഖനായ പത്രോസിനെ കുറിച്ച് ഒരു വളരെ പ്രഗത്ഭമായി അറിയപ്പെടുന്ന, വളരെ കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പാരമ്പര്യമുണ്ട്. നീറോ ചക്രവർത്തിയുടെ കാലത്ത് ക്രിസ്ത്യാനികൾക്ക് മുഴുവൻ പീഡനമുണ്ടാകുന്നു. റോമിൽ പീഡനമുണ്ടാകുന്ന നേരത്ത് പത്രോസ് ശ്ലീഹായും അവിടെയുണ്ട്. പത്രോസ് ആദ്യത്തെ മാർപ്പാപ്പയാണ്, ശിഷ്യഗണത്തിൻ്റെ മെയിൻ ലീഡറാണ്. അതുകൊണ്ട് പത്രോസിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് കൂട്ടത്തിലുള്ള എല്ലാവർക്കും തോന്നി. അവർ പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. അങ്ങനെ ശിഷ്യഗണത്തിൻ്റെ നിർബന്ധപ്രകാരവും തൻ്റെ തന്നെ ഇഷ്ടം കൊണ്ടും അവൻ ആപ്പിയർ തെരുവീഥികളിലൂടെ തിരിച്ചു പോവുകയാണ്. കാരണം ക്രിസ്തുവിനെ പ്രതി ക്രൂശിക്കപ്പെടുമെന്നും പീഡിപ്പിക്കപ്പെടുമെന്നുമുള്ള ഉറപ്പ് അവനുണ്ടായിരുന്നു. വേറൊരു വഴിയുമില്ല എന്ന് അവൻ അറിയാമായിരുന്നു. സഹോദരങ്ങളെ, ആപ്പിയർ തെരുവീഥിയിലൂടെ പത്രോസ് പിന്തിരിഞ്ഞു പോകുന്ന സമയത്ത് എതിർവശത്തിലൂടെ ഒരാൾ കുരിശുമായി നടന്നു വരുന്നു. കുരിശുമായി നടന്നു വരുന്ന ആൾ ആരാണെന്ന് പത്രോസ് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവന് മനസ്സിലായി അത് ക്രിസ്തുവാണെന്ന്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണെന്ന്. ഇതാ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അവരോട് ചോദിച്ചു, ദോമിനോ ക്വാദിസ്. പത്രോസ് ക്രിസ്തുവിനോട് ചോദിച്ചു, ദോമിനോ ക്വാദിസ് എന്ന് പറഞ്ഞാൽ, അല്ലയോ കർത്താവേ, നീ എവിടേക്ക് യാത്രയാവുകയാണ്? നീ എവിടേക്കാണ് പോകുന്നത്? പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, എനിക്ക് വേണ്ടിയിട്ട് ക്രൂശിക്കപ്പെടേണ്ട നീ, പീഡനങ്ങൾ ഏറ്റെടുക്കേണ്ട നീ, എന്നെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തിരിച്ച നീ രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊരു തുറമുഖത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്രയാവുകയല്ലേ? അതുകൊണ്ട് നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെടാൻ ഞാൻ വീണ്ടും റോമിലേക്ക് പോവുകയാണ്. സഹോദരങ്ങളെ, ദോമിനോ കോവാദീസ് പത്രോസിൻ്റെ മനസ്സിനെ തകർത്ത് കളഞ്ഞു. പത്രോസ് പറഞ്ഞു, ക്രിസ്തുവേ, അല്ല, നിന്നെ ലക്ഷ്യമാക്കിക്കൊണ്ടാണല്ലോ ഞാൻ വല പോക്കുന്ന ഇടത്തിൽ നിന്നും ഇറങ്ങിത്തിരിച്ചത്. സ്വന്തം ഉപജീവന മാർഗം പോലും വേണ്ട എന്ന് വെച്ചുകൊണ്ട് പിൻപേ ഗമിച്ചത് ഈ നീ എന്ന് പറയുന്ന ലക്ഷ്യത്തെ മാത്രം വെച്ചുകൊണ്ടല്ലേ. അതുകൊണ്ട് വേണ്ട, നീ ഒരിക്കലും പോകരുത്, ഞാൻ തന്നെ പോകാമെന്ന് പറഞ്ഞ് പത്രോസ് വീണ്ടും റോമിലേക്ക് പോവുകയും ഗുരുവിനെപ്പോലെ ഭരിക്കാൻ താൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് തല കീഴായി മരിക്കുകയും ചെയ്തു എന്നാണ് പാരമ്പര്യം. സഹോദരങ്ങളെ, ക്രിസ്തു എന്ന് പറയുന്ന ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധ്യവും ധാരണയും നിങ്ങൾക്കുണ്ടെങ്കിൽ അവനെ ലക്ഷ്യം വെച്ച് യാത്രയാകുമ്പോൾ ഉണ്ടായേക്കാവുന്ന ഒരു പ്രതിബന്ധങ്ങളിലും നമ്മൾ തകരുകയില്ല. നമ്മൾ ആനുപാതികമല്ലാത്ത വിധത്തിൽ വിഷമിക്കുകയില്ല. കാരണം അവൻ നമ്മളെക്കാൾ വിശ്വസ്തനാണ്. അവൻ നമ്മളെക്കാൾ വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്നവനാണ്. അവൻ ഒരിക്കലും സ്നേഹത്തിൻ്റെ കരം നമ്മുടെ ശിരസിൽ നിന്നും പിൻവലിക്കുകയില്ല എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് അവനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് യാത്രയാകാം. അവനെ മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് യാത്രയാകാം. അതിനുള്ള കൃപാവരത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഉള്ളിൽ ഒരു കൊച്ചു പ്രാർത്ഥന നമുക്ക് സൂക്ഷിക്കാം. ദൈവമേ, പിന്തിരിഞ്ഞു പോകാനുള്ള പ്രലോഭനങ്ങളുടെ കപ്പലുകളെ തകർത്ത് കളയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുവദിക്കണമേ. ഉപാസന ഉപാസന ആരതി ആരതി ആരാധന ആത്മാവിൻ ക്ഷേത്രത്തിൽ ആരാധന അഞ്ജലി അഞ്ജലി പ്രണവാർച്ചന മാനസക്കോവിലിൽ ഹൃദയാർച്ചന ആരതി ആരതി ആരാധന ആത്മാവിൻ ക്ഷേത്രത്തിൽ ആരാധന
അഞ്ജലി അഞ്ജലി പ്രണവാർച്ചന മാനസക്കോവിലിൽ ഹൃദയാർച്ചന. ഹൃദയങ്ങളുടെ രാജാവായ കർത്താവ്, മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയായിരിക്കുന്ന യേശു നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിൽ നമ്മെ കാണുവാനും നമ്മെ സന്ദർശിക്കുവാനുമായി കടന്നു വന്നിരിക്കുന്നു. സ്നേഹത്തോടെ നമുക്ക് അവനെ നോക്കാം. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നമുക്ക് അവനെ കാണാം. യേശു തൻ്റെ ശിഷ്യഗണത്തെ ചേർത്ത് പിടിക്കുമ്പോഴെല്ലാം അവൻ തൻ്റെ കൂടെ വരേണ്ടിയിരിക്കുന്നവരോട് ഇങ്ങനെ പറഞ്ഞ് ഓർമ്മിപ്പിക്കും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്ന്. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ക്ലേശങ്ങൾ ഉണ്ടാകാം, എങ്കിലും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാകാം, വിപരീതമായ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകാം, എങ്കിലും യേശുവിലേക്ക് നിങ്ങൾക്ക് നോക്കാൻ കഴിയുമെങ്കിൽ ഏതൊരു വിപരീതമായ സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് മറികടക്കുവാൻ കഴിയും. ഈശോയെ, അവസാനം വരെ സഹിച്ചു നിൽക്കുന്ന ശിഷ്യരാക്കി ഞങ്ങളെ നീ മാറ്റണമേ. പലപ്പോഴും ഞങ്ങളുടെ യഥാർത്ഥമായ വിളി എന്തെന്ന് തിരിച്ചറിയാതെ സഹനങ്ങളും കഷ്ടതകളും വരുമ്പോൾ ഞങ്ങളുടെ പഴയ ജോലികൾക്ക് പോയിട്ടുണ്ട്, പഴയ ചെയ്തികൾക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്, പഴയ ഫ്രണ്ട്ഷിപ്പിന് ഞങ്ങൾ പോയിട്ടുണ്ട്, പഴയ ബന്ധങ്ങൾ നിലനിർത്തുവാൻ ഞങ്ങൾ പോയിട്ടുണ്ട്. ഓ, ഞങ്ങൾ അറിയുന്നു കർത്താവേ, ഞങ്ങളുടെ സഹനയാത്രക്കിടയിൽ ഞങ്ങൾ അങ്ങയെ കാണാതെ വ്യക്തികളിലേക്ക് നോക്കി കുരുങ്ങിപ്പോയി, ഞങ്ങളിൽ തന്നെ കുടുങ്ങിപ്പോയി. ഈശോയെ, അങ്ങയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിരന്തരം യാത്ര ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഈശോയെ, അവസാനം വരെ പിടിച്ചു നിൽക്കുവാൻ, അവസാനം വരെ വിശുദ്ധിയോടെ ജീവിക്കാൻ, അവസാനം വരെ വിശ്വസിച്ച് ജീവിക്കാൻ, അവസാനം വരെ സന്തോഷത്തോടെ മുന്നേറുവാനുള്ള കൃപ തരണമേ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ഈശോ നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അടിസ്ഥാനമിട്ടവൻ പണിതുയർത്താതെ അവൻ്റെ കരം പിൻവലിക്കുമോ? ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും നിങ്ങളുടെ ദൈവം വിശ്വസ്തനായിരിക്കും. യേശുവിൻ്റെ പിന്നാലെ നിരന്തരം യാത്ര ചെയ്യുവാൻ അനുഗ്രഹീത ശിഷ്യരെ പോലെ ഞങ്ങളെയും ബലപ്പെടുത്തണമേ എന്ന് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേൽക്കിൽ അല്പവും. ദിവ്യകാരുണ്യ യേശുവേ, ലോകം മുഴുവനിലുമുള്ള ദൈവ ശുശ്രൂഷകരെ സ്നേഹത്തോടുകൂടി ഈ രാത്രിയിൽ അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ചും ദൈവ ശുശ്രൂഷ ജീവിതത്തിൽ നിന്നും കുടുംബത്തിലെ സഹനങ്ങൾ കൊണ്ടോ വ്യക്തി ജീവിതത്തിലെ സഹനങ്ങൾ കൊണ്ടോ വിപരീതമായ അനുഭവങ്ങൾ കൊണ്ടോ മടങ്ങിപ്പോയിരിക്കുന്ന എല്ലാ മക്കളെയും സ്നേഹത്തോടു കൂടി ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നീ അവരെ തട്ടി ഉണർത്തണമേ, ഒരിക്കൽ കൂടി നീ അവരെ ബലപ്പെടുത്തണമേ. തളർന്നവന് ബലം നൽകുന്ന അങ്ങയുടെ ആണി പഴുതുള്ള കരം ഓരോ മകന്റെ മേലും മകളുടെ മേലും ഓരോ ശുശ്രൂഷകരുടെ മേലും ഇപ്പോൾ ഉയർത്തപ്പെടേണ്ടമേ എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേൽക്കിൽ അല്പവും. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനൻ ആത്മാവിൽ തീരുമാനം
ചെയ്തു മേലിൽ പിന്നിലേൽക്കിൽ അല്പവും. ആരാധന ആരാധന